ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 7th സ്റ്റാൻഡേർഡിലെ മാത്സിലെ സെക്കൻഡ് ചാപ്റ്ററാണ്. ഫ്രാക്ഷൻ എന്ന ചാപ്റ്ററിലെ ആക്ടിവിറ്റീസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഈച്ച് പീസ് ഓഫ് എ പംകിൻ വെയ്സ് എ ക്വാർട്ടർ കിലോഗ്രാം. ഒരു പംകിൻ്റെ ഈച്ച് പീസ്, ഓരോ പീസും എത്ര കിലോഗ്രാം ആണെന്നാണ് പറഞ്ഞത്? ക്വാർട്ടർ കിലോഗ്രാം. ക്വാർട്ടർ കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/4 കിലോഗ്രാം അല്ലേ? നമ്മൾ പറയാറില്ലേ 1/4 കിലോഗ്രാം എന്ന് പറയാറില്ലേ? യെസ്, അതാണ് ക്വാർട്ടർ കിലോഗ്രാം. ദെൻ വാട്ട് ഈസ് ദ വെയ്റ്റ് ഓഫ് 2 പീസസ് ടുഗദർ? അപ്പോൾ 2 കഷ്ണങ്ങളല്ലേ, അതായത് 1/4 കിലോഗ്രാം വീതമുള്ള 2 കഷ്ണം മത്തങ്ങയുടെ ആകെ ഭാരം കണ്ടെത്തണം. ദെൻ വാട്ട് ഈസ് ദ വെയ്റ്റ് ഓഫ് 4 സച്ച് പീസസ്? അങ്ങനത്തെ 4 കഷ്ണത്തിൻ്റെ ആകെ ഭാരം. അതുപോലെ തന്നെ 6 പീസസ് അല്ലെ, 6 പീസസിൻ്റെയും വെയ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടെത്തണം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? മനക്കണക്കായിട്ട് ചെയ്ത് നോക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? നിങ്ങൾ എഴുതി ചെയ്ത് നോക്കുക. ഓക്കെ, ഫസ്റ്റ് നമുക്ക് നോക്കാം അല്ലേ. 4 ടൈംസ് ക്വാർട്ടർ കിലോഗ്രാം എന്ന് പറയുമ്പോൾ നോക്കൂ, വാട്ട് ഈസ് ദ വെയ്റ്റ് ഓഫ് 2 പീസസ് ടുഗദർ? 2 പീസസ് ടുഗദർ എന്ന് പറഞ്ഞാൽ 1/4 + 1/4 അല്ലേ? അപ്പോൾ എത്രയായിരിക്കും? കാലും കൂട്ടിയാൽ എത്രയാ? 1/2 എന്ന് കിട്ടുമല്ലോ. അപ്പോൾ 1/2 കിലോഗ്രാം എന്ന് കിട്ടി നമുക്ക് അല്ലേ. വെയ്റ്റ് ഓഫ് 2 പീസസ് ടുഗദർ, യെസ്, 1/2 കിലോഗ്രാം. ദെൻ വാട്ട് ഈസ് ദ വെയ്റ്റ് ഓഫ് 4 സച്ച് പീസസ് ആകുമ്പോൾ, 4 പീസ് ആകുമ്പോൾ 2 എണ്ണാകുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 1/2 കിട്ടി. അപ്പം 4 എണ്ണാകുമ്പോൾ എത്രയായിരിക്കും? 1 ആയിരിക്കും അല്ലേ? എത്രയായിരിക്കും? 1 ആയിരിക്കും അല്ലേ? 1 കിലോഗ്രാം ആയിരിക്കും. അപ്പോൾ 2 ടൈംസ് ക്വാർട്ടർ കിലോഗ്രാം ഈസ് 1/2 കിലോഗ്രാം അല്ലേ. ദെൻ 4 ടൈംസ് ക്വാർട്ടർ കിലോഗ്രാം ഈസ് 1 കിലോഗ്രാം. ഇനി 6 പീസസ് ചോദിച്ചിട്ടുണ്ട് അല്ലേ. 6 പീസ് ആകുമ്പോൾ 6 ടൈംസ് ക്വാർട്ടർ കിലോഗ്രാം അല്ലേ. 6 ടൈംസ് ക്വാർട്ടർ കിലോഗ്രാം എത്രയായിരിക്കും? 1.5 കിലോഗ്രാം ആവില്ലേ? നമുക്കറിയാം 4 ആയി നോക്കുമ്പോൾ എത്രയായി? 1 ആയി. 6 പീസ് അറിയുമ്പോൾ 1/4 + 1/4 1/2 അല്ലേ. 2 പീസ്, 2 കാലും കൂട്ടി എത്രയായി? 1/2 ആയി. അപ്പോൾ എത്രയായി? 1.5 ആയി അല്ലേ. അപ്പോൾ 6 ടൈംസ് ക്വാർട്ടർ കിലോഗ്രാം ഈസ് 1.5 കിലോഗ്രാം. ഇനി നമുക്ക് ചെയ്ത് നോക്കിയാലോ? ഓക്കെ, അപ്പോൾ നോക്കാം. വെയ്റ്റ് ഓഫ് 2 പീസസ്. 2 പീസസ് നമ്മൾ എങ്ങനെ കണ്ടെത്തും? 2 × 1/4 അല്ലേ. കാലെന്ന് എങ്ങനെ എഴുതുക? 1/4 എന്നല്ലേ. അപ്പോൾ 2 × 1/4 എത്രയാണ് കിട്ടുക ആൻസർ? 2 × 2 2/4. 2/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/2 അല്ലേ. 2/4 1/2 ആൻസർ കിട്ടിയല്ലോ. 1/2 എന്ന് പറഞ്ഞാൽ 1/2 അല്ലേ. ഫസ്റ്റ് ആൻസർ കിട്ടി. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് ചെയ്ത് നോക്കാം. വാട്ട് ഈസ് ദ വെയ്റ്റ് ഓഫ് 4 സച്ച് പീസസ്? അപ്പോൾ 4 × 1/4 ചെയ്ത് നോക്കാം അല്ലേ. 4 × 1/4 4 × 4 4 × 1 4/4 എന്ന ആൻസർ കിട്ടും. 4/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ആണല്ലോ. ആൻസർ എത്ര കിട്ടി? 1 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ അത് കിട്ടി. ഓക്കെ, ദെൻ നെക്സ്റ്റ് 6 പീസസ് ആണ്. അപ്പോൾ 6 × 1/4 ചെയ്യണം അല്ലേ. 6 × 1/4 6/4 അല്ലേ. 6/4 എന്ന് കിട്ടും അല്ലേ. 6 × 1/4 എന്ന് പറഞ്ഞാൽ 6/4. ഇനി നമുക്ക് ഒന്നുകൂടി ചെറുതാക്കി എങ്ങനെ എഴുതാം? 3/2 എന്ന് എഴുതാം അല്ലേ. അതായത് 3 × 2 2 അല്ലേ. ബാലൻസ് 1 വരെ അല്ലേ. അപ്പോൾ എങ്ങനെ എഴുതാം? നമുക്ക് 1/2 എന്ന് എഴുതാമല്ലോ. അപ്പോൾ ആൻസർ എത്രയാണ് കിട്ടുക? 1/2 കിട്ടിയല്ലോ. ഓക്കെ, അപ്പം 1.5 എന്നും കിട്ടിയല്ലേ. അപ്പം 3ൻ്റെയും ഉത്തരം കിട്ടി നമുക്ക് അല്ലേ. അപ്പം ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം മനക്കണക്കായി ചെയ്ത് നോക്കുക, അതിനുശേഷം എഴുതി നോക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ക്വസ്റ്റ്യൻ 2. We can fill a cup with 1/3 of a liter of milk. How much milk is needed to fill 2 cups? 4 cups ചോദിച്ചിട്ടുണ്ട് അല്ലേ. എന്താണ്? ഒരു കപ്പിൽ 1/3 ലിറ്റർ പാൽ നിറയ്ക്കാം. 2 കപ്പിൽ അപ്പോൾ ആകെ എത്ര പാൽ നിറയ്ക്കാം? 4 കപ്പിലോ എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. നമുക്കറിയാം 2 ടൈംസ് 1/3 of a liter ഈസ് 2/3 of a liter ആവും അല്ലേ. അപ്പോൾ 4 ടൈംസോ 1/3 of a liter ഈസ് 4/3 of a liter അല്ലേ. നോക്കൂ, നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, മിൽക്ക് നീഡഡ് ടു ഫുൾ 2 കപ്സ് എന്നാകുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ എഴുതേണ്ടത്? 2 × 1/3 എന്ന് എഴുതാം അല്ലേ. 2 × 1/3 അതായത് 1/3 ലിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1/3 ലിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1/3 അല്ലേ. യെസ്, ഇതവിടെ നോക്കൂ. വി ക്യാൻ ഫിൽ വിത്ത് 1/3 of a liter 1/3 of a liter അതായത് 1/3 എന്ന് പറഞ്ഞാൽ 1/3 അല്ലേ. 1/3 അല്ലേ. ഹൗ മച്ച് മിൽക്ക് ഈസ് നീഡഡ് ടു ഫിൽ 2 കപ്സ്? അപ്പോൾ 2 × 1/3 എന്ന് എഴുതാം. 2 × 1/3 2 × 1/3 എത്രയായിരിക്കും? 2/3 അല്ലേ. 2/3 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇനി മിൽക്ക് നീഡഡ് ടു ഫിൽ 4 കപ്സ് ആകുമ്പോൾ എങ്ങനെ എഴുതും? 4 × 1/3 ചെയ്ത് നോക്കണം അല്ലേ. 4
ഇൻറ്റു 1/3. ഇത്രയും നമുക്ക് ആൻസർ കിട്ടുക 4/3 എന്ന് കിട്ടും അല്ലേ. 4. അപ്പോൾ 1/3 അല്ലേ. ആൻസർ എത്രയാണ് കിട്ടുക? 1/3. ഓക്കെ, 1/3 എന്ന് നമുക്ക് ആൻസർ കിട്ടിയല്ലോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? ചെയ്ത് നോക്കുകയും ചെയ്യുക. ആദ്യം മനക്കണക്കായിട്ട് ചെയ്യുക, അതിനുശേഷം ചെയ്ത് നോക്കുക. Okay, the next question, what is the total length of 4 pieces of ribbon? Each length 3/4 of a meter. What about 5 pieces? എന്താ പറഞ്ഞിട്ടുള്ളത്? അതായത് 3/4 മീറ്റർ അല്ലേ, 3/4 മീറ്റർ വീതം നീളമുള്ള 4 കഷ്ണം നാടയുടെ ആകെ നീളം എത്ര മീറ്റർ എന്ന് കണ്ടെത്തണം അല്ലേ. 3/4 വീതമുള്ള 4 കഷ്ണമാണ് അല്ലേ. 5 കഷ്ണമായാലോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? 4 കഷ്ണത്തിൻ്റെ കണ്ടെത്താം അല്ലേ. 4 കഷ്ണം എന്ന് പറയുമ്പോൾ എത്രയാണ്? ഈച്ച് ലെങ്ത് ഓഫ് 3/4 അല്ലേ, 3/4. അതായത് നമുക്ക് വനക്കണക്കായിട്ട് ചെയ്യുമ്പോൾ 3/4 പ്ലസ് 3/4 പ്ലസ് 3/4 പ്ലസ് 3/4 നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ. 3/4 എത്രയായി? 1 ആയില്ലേ. 3/4 1.5 ആവും അല്ലേ. പിന്നെയും 3/4 1.5. അപ്പോൾ 1.5 പ്ലസ് 1.5 3 എന്ന് നമുക്ക് ആൻസർ കിട്ടും. എത്ര ആൻസർ കിട്ടുക? 3 അല്ലേ. നിങ്ങളൊന്ന് കൂട്ടി നോക്കിക്കേ. 4 times 3/4 of a meter is 3 മീറ്റർ കിട്ടും അല്ലേ. അപ്പോൾ 5 times ആവുമ്പോഴോ? 5 times ആവുമ്പോൾ യെസ് 3 and 3/4 അല്ലേ. 3 and 3/4 കിട്ടും. അതായത് 3.25 മീറ്ററിൽ കിട്ടുക. ഓക്കെ, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇതൊക്കെ മനക്കണക്കായി ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതി നോക്കുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ 4 × 3/4 കണ്ടെത്തണം അല്ലേ. 4 × 3/4 12/4 പൂർണ്ണമായിട്ട് പോവല്ലോ. 3 4 12 അല്ലേ. അപ്പോൾ 3 മീറ്റർ നമുക്ക് ആൻസർ കിട്ടി. ദെൻ നെക്സ്റ്റ് 5 പീസസ് അല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 5 × 3/4 നമ്മൾ ചെയ്ത് നോക്കണം അല്ലേ. 5 × 3/4 എത്രയായിരിക്കും? 15/4 എന്ന് കിട്ടും അല്ലേ. ഓക്കെ, 5 × 4 × 3/4 3 മീറ്റർ കിട്ടി അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? 5 × 3/4 കണ്ടെത്തണം അല്ലേ. 5 × 3/4 15 അല്ലേ 12 അല്ലേ. 15 12 കുറച്ച് എത്രയാവും? 3 അല്ലേ. അപ്പം 3/4 അല്ലേ. 3 ആൻസർ എത്രയാണ് കിട്ടുക നമുക്ക്? 3/4 എന്ന് കിട്ടും. ആൻസർ എത്രയാണ്? 3.25 അല്ലേ. അതായത് 3/4 മീറ്റർ. മനസ്സിലായോ? ഓക്കെ, അപ്പം നമ്മളെല്ലാം കണ്ടെത്തിയല്ലോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Okay, then next question. The weight of an iron block is 1/4 kilogram. What is the total weight of such 15 blocks? 16 blocks കണ്ടെത്തണം അല്ലേ. എന്താ പറഞ്ഞിട്ടുള്ളത്? The weight of an iron block is 1/4 kilogram അല്ലേ. അയൺ ബ്ലോക്കിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 1/4 kilogram ആണ്. 1/4 കിലോഗ്രാം. ഇരുമ്പ് കട്ടയുടെ ഭാരം എത്രയാണ്? 1/4 കിലോഗ്രാം ആണ്. അപ്പോൾ ഇത്തരം വാട്ട് ഈസ് ദ ടോട്ടൽ വെയിറ്റ് ഓഫ് സച്ച് 15 ബ്ലോക്സ്, ഇത്തരം 15 ബ്ലോക്സിൻ്റെ ഭാരം എത്ര കിലോഗ്രാം ആണെന്ന് കണ്ടെത്തണം. 16 ബ്ലോക്സിൻ്റെ എത്രയാണെന്ന് കണ്ടെത്തണം അല്ലേ. അപ്പോൾ വെയിറ്റ് ഓഫ് 1 ബ്ലോക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 1/4 കിലോഗ്രാം ആണ് അല്ലേ. അപ്പോൾ വെയിറ്റ് ഓഫ് 15 ബ്ലോക്സിൻ്റെ കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? യെസ്, 15 × 1/4 അല്ലേ. 15 × 1/4 അല്ലേ. അതായത് 15/4 എന്ന് കിട്ടും. 15 × 1/4 15/4. അപ്പോൾ അതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾ മുകളിൽ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ക്ലാസ്സിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവും. സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് എങ്ങനെ എഴുതാം? 12 + 3/4 എന്ന് എഴുതാലോ. 12 + 3/4 അതായത് 12/4 + 3/4 എന്ന് എഴുതാം അല്ലേ. 12/4 എന്ന് പറഞ്ഞാൽ എത്രയായി? 3 ആയി. 12/4 എത്രയാണ്? 3. അപ്പോൾ 3
3/4 ആൻസർ ഇങ്ങനെയും കിട്ടും അല്ലേ. എങ്ങനെ എഴുതാലോ നമുക്ക്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ ചെയ്തല്ലോ അതുപോലെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എങ്ങനെ നമ്മൾ നേരത്തെ ചെയ്ത് എങ്ങനെയായിരുന്നു, 15 ഇൻറ്റു 1/4 എന്ന് കിട്ടി. അപ്പോൾ എത്ര ആൻസർ കിട്ടുക, 15/4 എന്ന് കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യുക, 15നെ 4 കൊണ്ട് ഇതുപോലെ ഹരിച്ച് നോക്കുക. അപ്പോൾ എത്ര കിട്ടും, 3 4 12 3/4. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുമല്ലോ. ഫസ്റ്റ് ഈ 3 എഴുതുക. അപ്പോൾ എന്താണ് 3/4. ഇങ്ങനെയും ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ചെയ്യാവുന്നതാണ്. ഓക്കെ. ഇനി 16 ബ്ലോക്സ് ചോദിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ 16 ബ്ലോക്സ് ആകുമ്പോൾ 16 ഇൻറ്റു എത്രയാണ് വരിക, 16 ഇൻറ്റു 1/4 അല്ലേ, 16/4 എളുപ്പമാണല്ലേ. 4 നമുക്ക് ആൻസർ കിട്ടും. ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ആൻസർ ഒക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ. ഇനി നെക്സ്റ്റ് നോക്കാം. ക്വസ്റ്റ്യൻ 2. സം 2 meter ലോങ് റോഡ്സ് ആർ കട്ട് ഇൻ ടു 5 pieces ഓഫ് ഈക്വൽ ലെങ്ത്. എന്താണ്, 2 മീറ്റർ നീളമുള്ള കുറേ കമ്പികൾ അല്ലേ, കുറേ കമ്പികൾ ഓരോന്നും ഒരേ നീളമുള്ള 5 ഭാഗങ്ങളാക്കിയിട്ട് മുറിക്കുകയാണ്. അപ്പോൾ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഈച്ച് പീസ്. അപ്പോൾ ഓരോ കഷ്ണത്തിൻ്റെയും നീളം എത്ര മീറ്റർ ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. ദെൻ വാട്ട് ഈസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് 4 pieces ദെൻ ഓഫ് 10 pieces ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് കണ്ടെത്താം, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഈച്ച് പീസ് കണ്ടെത്താം അല്ലേ. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഈച്ച് പീസ്. ടോട്ടൽ ലെങ്ത് ഓഫ് ദ റോഡ് എന്ന് പറയുന്നത് എത്രയാണ്, 2 മീറ്റർ ആണ് അല്ലേ, 2 മീറ്റർ അല്ലേ. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഈച്ച് പീസ്. അപ്പോൾ ടോട്ടൽ ലെങ്ത് എത്രയാണ്, 2 മീറ്റർ ആണ്. അപ്പോൾ ലെങ്ത് ഓഫ് ഈച്ച് പീസ് കാണാൻ എന്ത് ചെയ്താൽ മതി, നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 5 പീസ് ആക്കിയിട്ടാണ് ആക്കിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഈച്ച് പീസ്, യെസ് 2/5 ആയിരിക്കും അല്ലേ കിട്ടുക. എത്രയാണ് ആൻസർ കിട്ടുക, അതായത് 5ൽ 2 അല്ലേ, അതായത് 2/5. ഓക്കെ. ഇനി ലെങ്ത് ഓഫ് ഈച്ച് പീസ് എന്ന് പറയുന്നത് 2/5 ആയി. ഇനി വാട്ട് ഈസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് 4 pieces. 4 pieces എത്രയാവും ചോദിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ 4 ഇൻറ്റു 2/5 കണ്ടെത്തണം അല്ലേ. 4 ഇൻറ്റു 2/5. 4 ഇൻറ്റു 2 എത്ര കിട്ടും, 8/5 കിട്ടും അല്ലേ, 8/5. 8നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് എങ്ങനെ എഴുതാം, 5/3 5 + 3 എന്ന് എഴുതാലോ. ഓക്കെ. എങ്ങനെ എഴുതും നമ്മൾ, 5 + 3 എന്ന് എഴുതാം അല്ലേ, /5 എഴുതാം. അപ്പോൾ 5/5 + 3/5 അല്ലേ. 5/5 എന്ന് പറഞ്ഞാൽ എത്രയായി, 1 അല്ലേ. അപ്പോൾ 1/3/5 എന്ന് നമുക്ക് ആൻസർ കിട്ടും അല്ലേ. 1/3/5 മീറ്റർ എന്ന ആൻസർ കിട്ടും. ഓക്കെ, കിട്ടിയല്ലോ. ഓക്കെ. ദെൻ നെക്സ്റ്റ് എന്താ പറഞ്ഞിട്ടുള്ളത്, വാട്ട് ഈസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് 4 pieces നമ്മൾ ചെയ്തു. ഇനി വാട്ട് ഈസ് 10 piecesൻ്റെ കണ്ടെത്തണം അല്ലേ. അപ്പോൾ എങ്ങനെ കണ്ടെത്തും, 10 piecesൻ്റെ ഇതുപോലെ കണ്ടെത്തുമ്പോൾ 10 ഇൻറ്റു എന്ത് ചെയ്യണം, 10 ഇൻറ്റു 2/5 കണ്ടെത്തണം അല്ലേ. 10 ഇൻറ്റു 2/5. 10 ഇൻറ്റു 2 20 അല്ലേ, 20/5 4 എന്ന ആൻസർ കിട്ടുമല്ലോ. എളുപ്പമല്ലേ, അത് വേഗം ചെയ്യാം അല്ലേ. നമുക്ക് എളുപ്പത്തിൽ അരിച്ചു നോക്കാവുന്നതാണ്. 20/5 എന്ന് പറഞ്ഞാൽ എത്രയായി, 4 അല്ലേ. ആൻസർ എത്രയാണ്, 4. ഓക്കെ. ദെൻ 5 liters ഓഫ് മിൽക്ക് ഈസ് ഫിൽഡ് വിത്ത് ഇൻ 6 bottles ഓഫ് ദ സെയിം സൈസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, 5 ലിറ്റർ പാൽ ഒരുപോലെയുള്ള 6 കുപ്പികളിൽ നിറച്ചു. അപ്പോൾ ഓരോ കുപ്പിയിൽ എത്ര പാലുണ്ടാവും അല്ലേ. ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് ഡസ് ഈച്ച് ബോട്ടിൽ ഹോൾഡ്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ലിറ്റേഴ്സ് ഇൻ 3 bottles ടുഗെദർ ദെൻ ഇൻ 4 bottles അല്ലേ. ഓക്കെ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ത് കണ്ടെത്താം, ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് ഡസ് ഈച്ച് ബോട്ടിൽ ഹോൾഡ് അല്ലേ. എങ്ങനെ കണ്ടെത്തും, നമുക്കറിയാം ടോട്ടൽ മിൽക്ക് എന്ന് പറയുന്നത് എത്രയാണ്, 5 ലിറ്റർ ആണ് അല്ലേ. 5 ലിറ്റർ ആണ്. നമ്പർ ഓഫ് ബോട്ടിൽസ് എത്രയാണ്, 6 ആണ്. അപ്പോൾ മിൽക്ക് ഇൻ ഈച്ച് ബോട്ടിൽ എത്രയായിരിക്കും, യെസ് 6ൽ 5 അല്ലേ, അതായത് 5/6 ആയിരിക്കും. 5/6 അല്ലേ. ഓക്കെ. ഇനി മിൽക്ക് ഹൗ മെനി ലിറ്റേഴ്സ് ഇൻ 3 bottles ടുഗെദർ. 3 bottles ടുഗെദർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 3 ഇൻറ്റു 5/6 കണ്ടെത്തണം അല്ലേ. 3 ഇൻറ്റു 5/6. 3 ഇൻറ്റു 5/6 അല്ലേ. അപ്പോൾ 15/6
6 എന്ന് കിട്ടും അല്ലേ. അപ്പം 15നെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? യെസ്, 12 + 3/6 എന്ന് എഴുതാം അല്ലേ. അപ്പം 12/6 + 3/6 എന്ന് കിട്ടും അല്ലേ. 12/6 എന്ന് പറഞ്ഞാൽ എത്രയായി? 2 അല്ലേ. 12/2. 3/6നെ വീണ്ടും ചെറുതാക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1/2 കിട്ടും അല്ലേ. അപ്പം 2 1/2 ലിറ്റർ. മനസ്സിലായോ? എത്രയാ അപ്പം ആൻസർ എന്ന് പറയുന്നത്? 2 1/2 ലിറ്റർ. ഇനി നോക്കൂ, തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? 4 ബോട്ടിൽ എന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ 4 × 5/6 കണ്ടെത്തണം അല്ലേ. 4 × 5/6 അല്ലേ. 4 × 5/6. 4 × 5 എന്ന് പറഞ്ഞാൽ 20/6. 20/6നെ നമുക്ക് എങ്ങനെ എഴുതാം? 18/6 + 2/6 എഴുതാം അല്ലേ. 18/6 എന്ന് പറഞ്ഞാൽ 3 ആവും അല്ലേ. 3 6 18 അല്ലേ. അപ്പം 3. 2/3 ഒന്നും കൂടി ചെറുതാക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2/6നെ ചെറുതാക്കുമ്പോൾ 1/3 എന്ന് കിട്ടും അല്ലേ. അപ്പം 3 1/3 ലിറ്റർ. ആൻസർ കിട്ടിയല്ലോ. 3 1/3 ലിറ്ററാണ് ആൻസർ വരിക. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം നമുക്ക്. പാർട്ട് ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ളതാണ് അല്ലേ. ഓക്കെ, നമുക്ക് പ്രവർത്തനങ്ങൾ മാത്രമായിട്ട് നോക്കുന്നുള്ളൂ, എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പം നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. എന്താണ്? 9 ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് ഈസ് ഡിവൈഡഡ് ഈക്വലി എമംഗ് 3 ചിൽഡ്രൻ. 3 കുട്ടികൾക്ക് ഒരുപോലെ വീതിച്ച് കൊടുക്കുകയാണല്ലേ. 9 ലിറ്റർ പാല്. ഹൗ മെനി ലിറ്റേഴ്സ് വിൽ ഈച്ച് ഗെറ്റ്? വാട്ട് ഇഫ് ദർ ആർ 4 ചിൽഡ്രൻ? അപ്പോൾ ഓരോ കുട്ടിക്കും എത്ര ലിറ്റർ പാല് കിട്ടും? ഇനി 4 പേർക്കാണ് വീതിക്കുന്നതെങ്കിലോ എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. 3 പേർക്കാവുമ്പോൾ ഈച്ച് വിൽ ഗെറ്റ് എ തേർഡ് ഓഫ് 9 ലിറ്റർ, ദാറ്റ് ഈസ് 3 ലിറ്റർ. എളുപ്പമല്ലേ. അതായത് 9 ലിറ്റർ ആകുമ്പോൾ 3 പേർക്ക് തുല്യമായിട്ട് വീതിച്ച് കൊടുത്ത് ഓരോരുത്തർക്കും എത്ര കിട്ടും? 3 ലിറ്റേഴ്സ് കിട്ടും അല്ലേ. ഇനി എന്താ ചോദിച്ചുള്ളത്? ഹൗ മെനി ലിറ്റേഴ്സ് വിൽ ഈച്ച് ഗെറ്റ്? ദെൻ വാട്ട് ഇഫ് ദർ ആർ 4 ചിൽഡ്രൻ? ഇനി 4 ചിൽഡ്രൻ ആണെങ്കിലോ എങ്ങനെയായിരിക്കും? 4 ചിൽഡ്രൻ ആവുമ്പോൾ യെസ്, ഈച്ച് വിൽ ഗെറ്റ്. നോക്കൂ ഇവിടെ, ഹൗ മെനി ലിറ്റേഴ്സ് വിൽ ഈച്ച് ഗെറ്റ്? വാട്ട് ഇഫ് ദർ ആർ 4 ചിൽഡ്രൻ അല്ലേ. 4 ചിൽഡ്രൻ ആകുമ്പോൾ എങ്ങനെയായിരിക്കും കിട്ടുക? 1/4 × 9 അല്ലേ. അപ്പം എത്രയായിരിക്കും? 1/4. 1/4 നമുക്ക് ചെയ്ത് നോക്കാം. 1/4 × 9 അല്ലേ. അപ്പം 9/4 എന്ന് കിട്ടും അല്ലേ. 9/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 1/4 അല്ലേ. 9/4. ഇവിടെ നോക്കൂ, 9/4. 4 8 1. അപ്പം 2 1/4 എന്ന ആൻസർ കിട്ടും. 2 1/4. എത്രയാണ് ആൻസർ കിട്ടുക? 2 1/4 ലിറ്റേഴ്സ് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ചോദ്യം. 6 kilogram of rice was packed in 5 bags of the same size. 6 കിലോഗ്രാം അരി എന്ത് ചെയ്യണം? ഒരുപോലെയുള്ള 5 സഞ്ചികളിലാക്കുകയാണ് അല്ലേ. ഹൗ മെനി കിലോഗ്രാം ഓഫ് റൈസ് ഇൻ ഈച്ച് ബാഗ്? അപ്പോൾ ഓരോ സഞ്ചിയിലും എത്ര കിലോഗ്രാം അരിയുണ്ട്? വാട്ട് ഇഫ് ഇറ്റ് ഈസ് പാക്ഡ് ഇൻ 4 bags? ഇനി 4 ബാഗ്സിലാക്കിയാലോ എന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് കൂട്ടുകാരെ നമുക്ക് നൽകിയിട്ടുള്ളത്? ഈച്ച് ബാഗ് ഹാസ് ഓൺ 1/5 of 6 കിലോഗ്രാം അല്ലേ. അപ്പം 1/5 of 5 കിലോഗ്രാം ഈസ് എത്രയായി? 1 കിലോഗ്രാം ആയല്ലേ. ആൻഡ് ദെൻ 1/5 of റിമൈനിങ് 1 കിലോഗ്രാം. സോ 1 and 1/5 of a കിലോഗ്രാം. അപ്പോൾ ഈച്ച് ബാഗ് എത്രയായിരിക്കും? ഓരോ ബാഗിലും എത്രയായിരിക്കും? ഹൗ മെനി കിലോഗ്രാം ഓഫ് റൈസ് ഇൻ ഈച്ച് ബാഗ്? യെസ്, 1/5 അല്ലേ. അതായത് 5-1 ഭാഗം 1/5 of 6, അതായത് വിച്ച് ഈസ് 1/5 അല്ലേ. അതായത് 6 × 1 എന്താണ്? ഈച്ച് ബാഗ് ഹാസ് 1/5 of 6 വിച്ച് ഈസ് 1/15 കിലോഗ്രാം കിട്ടും അല്ലേ. നമുക്കറിയാം 6 കിലോഗ്രാം ഓഫ് റൈസ് ഇൻ 5 bags ആണ് അല്ലേ. was packed in 5 bags, same base, how many of rice in each bag? It is 4 bags ആകുമ്പോൾ ഇനി എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. 4 ആയിരിക്കും എത്രയായിരിക്കും? യെസ്, 1/4 × 1/4 × 6 അല്ലേ. 1/4 × 6 എത്രയാ കിട്ടുക?
6/4 എന്ന് കിട്ടും അല്ലേ. 6/4 എന്ന് പറഞ്ഞാൽ 1/2 അല്ലേ. 1/2 നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ചെയ്ത് നോക്കാം. 6 1 എത്രയാണ് നമുക്ക് ആൻസർ കിട്ടുക? 6/4 അല്ലേ. അപ്പം അതിനെ വീണ്ടും ഒന്നും കൂടി ചെറുതാക്കാല്ലേ. നമുക്ക് എളുപ്പത്തിൽ ചെയ്യാലോ. 6/4നെ 3/2 എന്ന് എഴുതാം അല്ലേ. 3/2 എന്ന് എഴുതാം. 1/2 എന്ന് എഴുതാലോ. അപ്പോൾ 1/2 1/2 kilograms എന്ന് എഴുതാലോ. അപ്പോൾ ഈച്ച് ബാഗ് ഹാസ് 1/4 × 6 ഈസ് ഈക്വൽ ടു 1/2 kilograms അല്ലേ. ആൻസർ കിട്ടിയല്ലോ. Okay, the next question നോക്കാം. A 7-meter long string is divided into 6 equal pieces. 7 മീറ്റർ നീളമുള്ള ഈ ചരട് എന്ത് ചെയ്യാണ്? 6 ഈക്വൽ പീസസ് ആക്കുകയാണ് അല്ലേ. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഈച്ച് പീസ്? അപ്പോൾ ഓരോന്നിൻ്റെയും നീളം എത്രയാണ്? ദെൻ വാട്ട് ഇഫ് ഇറ്റ് ഡിവൈഡഡ് ഇൻറ്റു 3 ഈക്വൽ പീസസ്? 3 ഈക്വൽ പീസസ് ആക്കിയാലോ എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. ലെറ്റ്സ് ലുക്ക് അറ്റ് ദ കാൽക്കുലേഷൻ ടു ഫൈൻഡ് പാർട്സ് ഓഫ് നമ്പർ. വാട്ട് ഈസ് 1/4 ഓഫ് 8 എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. 8ൻ്റെ 1/4 ഭാഗം എത്രയാണ്? അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ? വെൻ 8 ഈസ് ഡിവൈഡഡ് ഇൻറ്റു 4 ഈക്വൽ പാർട്ട്, ഈച്ച് പാർട്ട് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2 ആയിരിക്കും അല്ലേ. റൈറ്റിംഗ് ആസ് എ പ്രോഡക്റ്റ് 1/4 × 8, 8/4 ഈസ് ഈക്വൽ ടു 2. Then what about 3/4 of 8? അപ്പോൾ എങ്ങനെ കണ്ടെത്തും? Yes, 8 is divided into 4 equal parts and of this part taken together. In other words, നമ്മൾ പറയുകയാച്ചാൽ 3 times what is got divided by 8 into 4 equal part അല്ലേ. That is 3 times 2 which is 6. Writing as a product ആയിട്ട് ചെയ്ത് നോക്കുമ്പോൾ നോക്കൂ, 3/4 × 8. അപ്പോൾ 3 × 8/4 അല്ലേ. 3 × 8/4 3 × 2 6 എന്ന് കിട്ടും അല്ലേ. ഇറ്റ് ക്യാൻ ബി ഡൺ ദിസ് വേ ആൾസോ. നമുക്ക് ഇങ്ങനെയും ചെയ്യാം. എങ്ങനെ? 3/4 × 8. അപ്പം 3 × 8/4 24/6 എന്ന് കിട്ടും അല്ലേ. 24/6 എത്രയാണ്? 6 എന്ന് ആൻസർ കിട്ടും. ദെൻ വാട്ട് ഈസ് 3/4 ഓഫ് 9? 3/4 × 9, 3 × 9/4 അല്ലേ. 3 × 9/4. Here is instead of 9/4 to 1/4 proceeding. It is easier to do like this. അപ്പോൾ ഇതുപോലെ നമുക്ക് ചെയ്യാം അല്ലേ. 3/4 × 9, 3 × 9/4 അതായത് 3 × 9/4 അതായത് 27/4 എന്ന് കിട്ടും അല്ലേ. To see what is actually means, we write 27 as a multiple of 4 and remainder. അതായത് കുറേ കൂടി വൃത്തിയായിട്ട് പറഞ്ഞാൽ എങ്ങനെയാണ്? 27ൻ്റെ 4 മടങ്ങും മിച്ചം, 27നെ 4 മടങ്ങും മിച്ചവുമായിട്ട് എഴുതണം അല്ലേ. റിമൈൻഡർ ആയിട്ട് എഴുതണം. അതായത് 27/4നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? 24 + 3/4 അതായത് 24/4 + 3/4. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 6 3/4 എന്ന് കിട്ടും അല്ലേ. നൗ സീ ദിസ് പ്രോബ്ലം. ഈ പ്രോബ്ലം നോക്കിക്കേ. വി ഹാവ് ടു കട്ട് ഓഫ് 3 of a 7-meter long string. How long is this piece? എന്താ ചോദിച്ചിട്ടുള്ളത്? അതായത് 7 മീറ്റർ നീളമുള്ള ഒരു ചരടിൻ്റെ എന്ത് ചെയ്യാണ്? 3/5 ഭാഗം മുറിച്ചെടുക്കണം. ഇത് എത്ര മീറ്റർ ആണെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം നമ്മൾ എന്താ കണ്ടെത്തേണ്ടത്? 7ൻ്റെ 3/5 ഭാഗമാണല്ലേ കണക്കാക്കേണ്ടത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? 3/5 × 7 അല്ലേ. അപ്പം 3 × 7/5 അപ്പോൾ 21/5. ഇനി 20 + 1/5 20/5 + 1/5. അപ്പോൾ എത്ര ആൻസർ കിട്ടും? 4 1/5 എന്ന് കിട്ടും അല്ലേ. നോക്കൂ, വി നീഡ് ടു കട്ട് 4 1/5 meters ഓഫ്. ഇറ്റ് ഈസ് ഈസി ടു കട്ട് ഇഫ് സേ ദിസ് ആർ 4 meters ഓഫ് 20 meters. അപ്പോൾ എന്താ മുറിച്ചെടുക്കേണ്ടത്? എന്താണ്? 4 1/5 മീറ്റർ ആണല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? 4 മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? 20 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ മുറിക്കാൻ എളുപ്പം അല്ലേ. 4 മീറ്ററിന് പകരം 20 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താവും? മുറിക്കാൻ നമുക്ക് എളുപ്പമാവും അല്ലേ. അപ്പോൾ നൗ ട്രൈ ദിസ് പ്രോബ്ലംസ്. ഇവിടെ കുറച്ച് പ്രോബ്ലംസ് നൽകുന്നുണ്ട്, നമുക്കത് നോക്കാം. ദർ ആർ 55 ചിൽഡ്രൻ ഇൻ എ ക്ലാസ്. 3 of them are girls. 5-ൽ 3 പേര് ഗേൾസ് ആണല്ലേ. ഹൗ മെനി ഗേൾസ് ആർ ദർ ഇൻ ദ ക്ലാസ്? അപ്പോൾ എത്ര പെൺകുട്ടികൾ ഉണ്ടാവും അല്ലേ. എത്ര പെൺകുട്ടികൾ ഉണ്ടാവും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെ കണ്ടെത്തും? നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറയുന്നത് എത്രയാണ്? 3/5 × 35 അല്ലേ. 3/5 × 35 3/5 3/5 ×
35 അല്ലേ. 3/5 ഇൻറ്റു 3 ഇൻറ്റു എന്താണ്, ഓക്കെ, 3/5 ഇൻറ്റു 35 എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 35/5 അല്ലേ. അപ്പോൾ 3 ഇൻറ്റു 7 21 ആൻസർ കിട്ടുമല്ലോ. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്പർ ഓഫ് ഗേൾസ് കണ്ടെത്താൻ എന്ത് ചെയ്യാം, 3/5 ഇൻറ്റു 35 അല്ലേ. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം, 3 ഇൻറ്റു 35/5, അപ്പം 105/5 എന്ന് കിട്ടും. അപ്പോഴും എത്ര തന്നെ ആൻസർ കിട്ടുക, 21 തന്നെ കിട്ടുമല്ലോ. ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്, 2 രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, The next question നോക്കാം. 10 kilogram of rice filled equally in 8 bags. If the rice in 3 such bags are taken together, how many kilograms would that be? എന്താ ചോദിച്ചിട്ടുള്ളത്, അതായത് 10 കിലോഗ്രാം അരി എന്ത് ചെയ്യാണ്, 8 സഞ്ചികളിൽ ഒരുപോലെ നിറച്ചു അല്ലേ. അപ്പോൾ അതിൽ 3 സഞ്ചിയിൽ അരി ഒന്നിച്ചെടുത്താൽ എത്ര കിലോഗ്രാം ആയി എന്നാണ് അല്ലേ ചോദിച്ചിട്ടുള്ളത്. റൈസ് ഇൻ 3 bags are taken together, that is we have to find of 10 kilogram അല്ലേ. അതായത് സോ എമൗണ്ട് ഓഫ് റൈസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, 3/8 ഇൻറ്റു 10 കണ്ടെത്താം അല്ലേ. 3/8 ഇൻറ്റു 10 30/8 എന്ന് കിട്ടും അല്ലേ. 30/8 അതായത് 24 പ്ലസ് 6/8 എന്ന് എഴുതാം അല്ലേ. 24/8 പ്ലസ് 6/8, 24/8 എന്ന് പറഞ്ഞാൽ എത്രയും 3 ആയല്ലേ. 3 ഇതിനെ 6/8 ഒന്നുകൂടി ചെറുതാക്കുമ്പോൾ 3/4 കിട്ടും. അപ്പം 3/4 കിലോഗ്രാംസ് അല്ലേ. 3.25 കിലോഗ്രാംസ് ആൻസർ കിട്ടിയല്ലോ. 3.25 കിലോഗ്രാംസ് എന്ന് കിട്ടും അല്ലേ. 3/4 കിലോഗ്രാംസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഏരിയ ഓഫ് ദ റെക്ടാങ്കിൾ ഇൻ ദ ഫിഗർ ഈസ് 27 സ്ക്വയർ സെൻറ്റിമീറ്റർ. ഇത് ഡിവൈഡഡ് ഇൻറ്റു 9 ഈക്വൽ പാർട്സ് ആക്കുകയാണ് അല്ലേ. What is the area of the darker part in square centimeters? അതായത് ചിത്രത്തിലെ ചതുരത്തിൻ്റെ പരപ്പളവ് എത്രയാണ്, 27 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അതിനെ ഒരുപോലെയുള്ള 9 ഭാഗങ്ങളാക്കിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കൂ, നിറം കടുപ്പിച്ച ഭാഗങ്ങളില്ലേ, ആ ഭാഗത്തിൻ്റെ പരപ്പളവ് എത്ര ചതുരശ്ര സെൻറ്റിമീറ്റർ ആണെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം 5 of the 9 ഈക്വൽ പാർട്സ് ആർ ഡാർക്കർ അല്ലേ. 5 പാർട്സ് അല്ലേ, 9 5 പാർട്ടാണ് ഡാർക്കർ ആക്കി കൊടുത്തിട്ടുള്ളത് അല്ലേ. സോ വി ഹാവ് ടു ഫൈൻഡ് 5/9 ഓഫ് 27 സ്ക്വയർ സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ ഏരിയ ഓഫ് ഡാർക്കർ പാർട്ട് കണ്ടെത്താൻ എന്ത് ചെയ്യണം, 5/9 ഇൻറ്റു 27 അല്ലേ. അതായത് 5 ഇൻറ്റു 27/9 എത്രയാണ് കിട്ടുക, 5 ഇൻറ്റു 3 പ്ലസ് 15 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണല്ലേ നമുക്ക് ആൻസർ കിട്ടുക, 15 സ്ക്വയർ സെൻറ്റിമീറ്റർ. ദെൻ ഏരിയ ഓഫ് ഡാർക്കർ പാർട്ട് 5 ഇൻറ്റു 9 ഇൻറ്റു 27 നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ചെയ്യാം അല്ലേ. അപ്പോൾ എത്രയായി, 135/9 എന്ന് കിട്ടും അല്ലേ. 15 സ്ക്വയർ സെൻറ്റിമീറ്ററിനല്ലേ ആൻസർ വരിക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം നമുക്ക്. അടുത്ത പ്രവർത്തനം, ഡ്രോ ദ റെക്ടാങ്കിൾസ് ആൻഡ് ഫൈൻഡ് ദസ് പ്രൊഡക്ട്സ് അല്ലേ. ഡ്രോ റെക്ടാങ്കിൾസ് ആൻഡ് ഫൈൻഡ് ദസ് പ്രൊഡക്ട്സ്. ഫസ്റ്റ് നോക്കൂ, 1/2 ഇൻറ്റു 1/4 അല്ലേ. 1/2 ഇൻറ്റു 1/4. ഡ്രോ ദ റെക്ടാങ്കിൾ ഇൻ ഡിവൈഡഡ് ഇൻറ്റു 4 ഈക്വൽ പാർട്സ് ആക്കുക. ദെൻ ഡിവൈഡഡ് ഇൻ 1 പാർട്ട് ഇൻറ്റു 1. ഒരു പാർട്ടിനെ എന്താക്കി മാറ്റുക, ഇതുപോലെ ചിത്രത്തിൽ കൊടുത്തതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഹാഫ് ആക്കിയിട്ട് മാറ്റുക. നൗ എക്സ്റ്റെൻഡ് ദ ഹൊറിസോണ്ടൽ ലൈൻ ആക്കിയിട്ട് ഇങ്ങനെയും ചെയ്യാം അല്ലേ. 1/8 ആക്കിയിട്ട് ചെയ്യാം അല്ലേ. 1/8. സോ 1/2 ഇൻറ്റു 1/4 ഈസ് ഈക്വൽ ടു 1/8. ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ചിത്രം വരച്ച് ചെയ്യുക. ദെൻ സെക്കൻഡ് 1/3 ഇൻറ്റു 1/6 അല്ലേ. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, 1/3 അല്ലേ. ഡ്രോ എ റെക്ടാങ്കിൾ ഡിവൈഡഡ് ഇൻറ്റു 6 ഈക്വൽ പാർട്സ്, ദെൻ ഡിവൈഡഡ് ഈച്ച് പാർട്ട് ഇൻറ്റു 3 ഈക്വൽ പാർട്സ്. ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, 3 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് കൊടുക്കുക. ദെൻ നൗ എക്സ്റ്റെൻഡ് ദ ഹൊറിസോണ്ടൽ ലൈൻ എന്ത് ചെയ്യുക, 1/18 ആക്കിയിട്ട് കൊടുക്കുക. 1/3 ഇൻറ്റു 1/6 ഈക്വൽ ടു 1/18. ചിത്രം കൊടുത്തിട്ടുണ്ട്, അതുപോലെ നിങ്ങൾ വരച്ചാൽ മതി. ഓക്കെ, ദെൻ 1/5 ഇൻറ്റു 1/8 അല്ലേ. 1/5 ഇൻറ്റു 1/8. ദെൻ ഡ്രോ എ റെക്ടാങ്കിൾ ഡിവൈഡഡ് ഇൻറ്റു 8 ഈക്വൽ പാർട്സ്, ദെൻ ഡിവൈഡഡ് 1 പാർട്ട് ഇൻറ്റു 5 ഈക്വൽ പാർട്സ് അല്ലേ. ദെൻ നൗ എക്സ്റ്റെൻഡ് ദ ഹൊറിസോണ്ടൽ ലൈൻ നോക്കൂ, ഇതുപോലെ 1/5 ഇൻറ്റു 1/8 ഈസ് ഈക്വൽ ടു 1/40 എന്ന ആൻസർ കിട്ടും.
Okay, then next, to a 1 meter long string is divided into 5 equal parts. How long is half each part in meters? In centimeter ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം എന്താണ് 1 മീറ്റർ ലോങ് സ്ട്രിങ് ഡിവൈഡഡ് ഇൻറ്റു 5 ഈക്വൽസ് മീറ്റർ നീളമുള്ള ചരട് എന്ത് ചെയ്യാണ് 5 സമഭാഗങ്ങളാക്കി അല്ലേ. ഹൗ ലോങ് ഈസ് ഹാഫ് ഓഫ് ഈച്ച് പാർട്ട് ഇൻ മീറ്റേഴ്സ് ഇൻ സെൻറ്റിമീറ്റർ. അതിൽ ഒരു കഷ്ണത്തിൻ്റെ പകുതി നീളം സെൻറ്റിമീറ്റർ പറഞ്ഞാലോ എന്ന് ചോദിച്ചാൽ എത്ര മീറ്റർ ആണ്. ഇനി സെൻറ്റിമീറ്ററിലും പറയാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. ഓക്കെ, അപ്പം നമുക്കറിയാമല്ലേ വെൻ 1 മീറ്റർ ലോങ്സ് ഡിവൈഡ് ഇൻറ്റു 5 ഈക്വൽ പാർട്സ് ഈച്ച് പാർട്ട് ഈസ് എത്രയായിരിക്കും 1/5 ഓഫ് 1 മീറ്റർ അല്ലേ. അതായത് now half of each part is 1/2 of 1/5 of 1 meter. ലെങ്ത് ഓഫ് ഈച്ച് പാർട്ട് അപ്പോൾ എത്രയായിരിക്കും 1/2 ഇൻറ്റു 1/5 1/10 മീറ്റർ കിട്ടും അല്ലേ. 1/10 ഇൻറ്റു 100 എത്രയാണ് കൂട്ടുകാരെ? 10 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. 1/10 എന്ന് പറഞ്ഞാൽ ഇനി സെൻറ്റിമീറ്ററിലാക്കി നമുക്ക് എന്ത് ചെയ്യാം 100 ചെയ്ത് നോക്കാം അല്ലേ. 1/10 ഇൻറ്റു 100 10 സെൻറ്റിമീറ്റർ. അപ്പം അങ്ങനെ മീറ്ററിലും സെൻറ്റിമീറ്ററിലും നിങ്ങൾ എന്ത് ചെയ്യുക കണ്ടെത്താം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം അടുത്ത ചോദ്യം. നൗ ട്രൈ ദിസ് പ്രോബ്ലംസ് അല്ലേ. അപ്പോൾ ഇത്രയും ഭാഗം വരെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒരുപാട് ലെങ്തി ആയി പോകും വീഡിയോ. അതുകൊണ്ട് എന്ത് ചെയ്യാം നമുക്ക് ആ നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കിയുള്ള ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.